ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. മോക്ഷാബ്ധിസാരതര ഭാഗവതാഖ്യദഗ്ധോ നാരായണീയ നവനീതമിദം ഗൃഹീത്വാ മായാമയൗഘപരിതപ്തജനായ യോദാൽ നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. നാരായണീയ മധുരം ഇന്ന് 50ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. 5ാമത്തെ ദശകത്തിൽ 5ാമത്തെ ശ്ലോകമാണ് ഈ 50ാമത്തെ ദിവസം നമ്മൾ വിചാരം ചെയ്യുന്നത്. ഭഗവാന്റെ അനുഗ്രഹം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ആ ഗുരുനാഥൻ്റെ, ആ നാരായണ ഭട്ടപാദരുടെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ശ്ലോകം, തുടർന്ന് ഭാഷാഗാനം. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖൽവസൗ സംപുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണോ ഭവൽ പ്രേരണാൽ. തത്ര അസൗ ച മഹാൻ ത്രിഗുണാത്മകഃ അപി സത്വപ്രധാനഃ
അസ്മിൻ ജീവേ സ്വയം നിർവികൽപ്പം അഹം ഇതി ഉദ്ബോധനിഷ്പാദകഃ ഖലു അസൗ മഹാൻ ഖലു വിഷ്ണോ ഭവൽപ്രേരണാൽ അസ്മിൻ ത്രിഗുണൈ സമ്പുഷ്ടം തമോതി ബഹുലം സവികൽപബോധകം അഹം തത്വം ചക്രേ. തത്ര അസൗ ച മഹാൻ, അതിൽ ഈ മായാകാര്യങ്ങളിൽ ഈ മഹത്തത്വം ത്രിഗുണാത്മകഃ അപി, സത്വരജസ്തമോ ഗുണങ്ങൾ ചേർന്നതാണ് മഹത്തത്വം എങ്കിലും അസ്മിൻ ജീവേ സ്വയം, ഈ ജീവങ്കൽ ആ വികൽപ്പമില്ലാത്ത ഞാൻ എന്ന ഒരു തോന്നലിനെ സ്വയമേ ഉളവാക്കുന്നു എന്നാണ്. നിർവികൽപ്പം അഹം ഇതി ഉദ്ബോധ നിഷ്പാദകഃ ഖലു അസൗ മഹാൻ ഖലു വിഷ്ണു. ഈ മഹത്വം തന്നെ, ഈ മഹത്തത്വം തന്നെ ഹേ വിഷ്ണു ഗുരുവായൂരപ്പ, ഭവൽ പ്രേരണാൽ, അവിടുത്തെ പ്രേരണ കാരണം അസ്മിൻ ഈ ജീവങ്കൽ ത്രിഗുണൈ സമ്പുഷ്ടം, ത്രിഗുണങ്ങൾ നന്നായി തികഞ്ഞതും തമോതിബഹുലം, തമോ ഗുണത്തിന് ആധിക്യമുള്ളതുമായ സവികൽപബോധകം അഹന്തത്വം ചക്രേ, വികൽപ്പത്തിൻ്റെ ബോധമുളവാക്കുന്നതായ അഹങ്കാരം, അഹന്തത്വം അതിനെ സൃഷ്ടിച്ചു എന്നാണ്. ത്രിഗുണാത്മകമായ മഹത്തത്വം സത്വഗുണപ്രധാനമായിട്ട് നിർവികൽപ്പമായ അഹംബോധത്തെ സൃഷ്ടിക്കുന്നു. അത് തമോ ഗുണപ്രധാനമായിരിക്കുന്ന സവികൽപബോധജനകമായിരിക്കുന്ന അഹങ്കാരത്തെയും സൃഷ്ടിക്കുന്നു. അപ്പം ആ സൃഷ്ടി ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ഈ ദശകത്തിൻ്റെ ആദ്യത്തിൽ തന്നെ അത് കേട്ടു. വിരാട് പുരുഷോൽപത്തി എന്നാണ് ഈ ദശകത്തിൻ്റെ പേര്. നമുക്ക് ഒരിക്കൽ കൂടി ഈ ശ്ലോകം ചൊല്ലി അതിൻ്റെ പരിഭാഷയിലേക്ക് കടക്കാം. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപ്പമഹമിത്യുദ്ബോധ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖൽവസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം വിഷ്ണോ ഭവൽ പ്രേരണാൽ. സത്വരജതമസാദി നിറഞ്ഞോരാ മഹത്തത്വം സത്വഗുണപ്രധാനമാണെന്നറിയുക. വിഷ്ണുവിൻ്റെ പ്രേരണയാൽ തമോ ഗുണഭാവമേറും അഹങ്കാരം എന്ന തത്വം സൃഷ്ടിക്കപ്പെട്ടു. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.